കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഓഗസ്റ്റ് മാസം 10-ന് ദേശവ്യാപകമായി ജയിൽ നിറയ്ക്കൽ സമരം നടക്കുകയാണ്. ദേശീയ ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും ചേർന്നുകൊണ്ടാണ് ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷക തൊഴിലാളി സംഘടനകളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി കർഷകരും കർഷക തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കും. കേരള സംസ്ഥാനത്ത് ആഗസ്റ്റ് മാസം 10-ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടാണ് ജയിൽ സമരം നടത്തുന്നത്. സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലേബർ കോഡ് പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതോടൊപ്പം തന്നെ കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള താങ്ങുവില നിയമപരമായി തന്നെ ഉറപ്പാക്കുക, വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക, സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് ക്ഷാമബത്ത ഉൾപ്പെടുത്തി കുറഞ്ഞ വേതനം പ്രതിമാസം 42,000 രൂപയാക്കി വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തൊഴിലാളികൾക്ക് നേരെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളവർക്ക് ഒരു കരിനിയമമുണ്ട്. VBGRMAMG പദ്ധതി പ്രകാരം സ്വതന്ത്ര വ്യാപാര കരാറുകളും റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജയിൽ നിറയ്ക്കൽ സമരം നടത്തുന്നത്. ഇന്ത്യൻ തൊഴിലാളികളുടെ മൗലികമായ എല്ലാ അവകാശങ്ങളും പുതുതായി പാസാക്കിയ ലേബർ കോഡ് വഴി നിഷേധിക്കപ്പെടുകയാണ്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. 2019 മുതൽ BJPയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് 6 ദേശീയ പണിമുടക്കുകൾ നടത്തി. മാധ്യമപ്രവർത്തകരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ പാർലമെൻറ്റ് പാസാക്കിയ ലേബർ കോഡുകൾക്ക് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അത് ഈ ബംഗാൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണക്കാക്കിക്കൊണ്ടാണ് ചട്ടങ്ങൾ പ്രഖ്യാപിക്കാത്തത്. തൊഴിലാളികളുടെ മൗലിക അവകാശമായിട്ടുള്ള ട്രേഡ് യൂണിയൻ രൂപീകരണം, കൂട്ടായ വിലപേശൽ, മിനിമം വേതനം തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ അവകാശങ്ങളും പുതിയ ലേബർ കോഡ് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ തൊഴിലാളികൾ അടിമ സമാനമായി ഫാക്ടറികളിൽ ജോലി ചെയ്യേണ്ടി വരും. ILO അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെല്ലാം മോദി സർക്കാർ കാറ്റ് പറത്തിയിരിക്കുകയാണ്. മിനിമം വേതനം എന്ന തത്വം പോലും കാറ്റിൽ പറത്തി. ഒരു വ്യവസായശാലയിലും സ്ഥിരം ജോലി എന്ന വ്യവസ്ഥ മേലിലുണ്ടാവില്ല. ലോകത്ത് ഒരു രാജ്യത്തും കാണാത്ത തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് മോദി സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ ഈ 10 ദേശീയ ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയെ ഒന്നിച്ചാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഭാരതീയ ന്യായ സംഹിത എന്നാണ്, BNS. അതിലാണെങ്കിൽ ഫാക്ടറികളുടെ മുന്നിൽ ഒത്തുചേർന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയാൽ ക്രിമിനൽ കുറ്റമായി കാണുന്നു. ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വെച്ചുകൊണ്ടുള്ള കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മളെല്ലാ ഫാക്ടറികളുടെ മുമ്പിലും തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കുമല്ലോ. അപ്പോൾ അത് ആ നിലയിൽ വരികയാണ്.
ചുരുക്കത്തിൽ ഇന്ത്യയിൽ അടിമ സമാനമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം നിലനിൽക്കുകയാണെന്ന് പറയുകയാണ്. 10-ാം തീയതി ഇളമരം കരീം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. CP രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത്, KP രാജേന്ദ്രൻ പാലക്കാട്, EP ജയരാജൻ കണ്ണൂർ, TK ആഞ്ചലോസ് കൊല്ലം, ജയചന്ദ്രൻ ഇടുക്കി, ആനാവൂർ നാഗപ്പൻ ആലപ്പുഴ, വത്സൻ പനോളി തൃശ്ശൂർ, KN ബാലഗോപാൽ കോട്ടയം, KM ദിനകരൻ മലപ്പുറം, KV വസന്തകുമാർ കാസർഗോഡ്, ചിറ്റയം ഗോപകുമാർ പത്തനംതിട്ട, KK ദിനേശൻ വയനാട്, അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് എറണാകുളം. ഈ ലേബർ കോഡ് PM ശ്രീ പോലെ ഇട്ട് തട്ടിക്കളിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കൺകറന്റ് ലിസ്റ്റിലാണ് തൊഴിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 7-ാം പട്ടികയിലെ കൺകറന്റ് ലിസ്റ്റിൽ തൊഴിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ തൊഴിലും വ്യവസായ ബന്ധങ്ങളും സംബന്ധിച്ച വിഷയങ്ങളിൽ ഇന്ത്യൻ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്ക് നിയമം ഉണ്ടാക്കാം. അപ്പം ലേബർ കോഡിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ്റിന് നിയമസഭയിൽ നിയമങ്ങൾ നിർമ്മിക്കാം. അതിനാൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനാപരമായ വ്യവസ്ഥകൾക്ക് വിധേയമായി തൊഴിൽ വിഷയങ്ങളിൽ നിയമങ്ങൾ പാസ്സാക്കുകയോ ഭേദഗതികൾ കൊണ്ടുവരികയോ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്ക് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കേന്ദ്ര BJP ഗവൺമെൻറ്റിൻ്റെ ലേബർ കോഡിൽ പറഞ്ഞിരിക്കുന്ന തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരായിട്ട് സംസ്ഥാന ഗവൺമെൻറ് തന്നെ നിയമം നിർമ്മിക്കാം. കേരളത്തിൽ തന്നെ അതിന് ഉദാഹരണമുണ്ട്. 1974 കാർഷിക തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡുകളും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ രൂപീകരിച്ച ഒരു ചരിത്രം നമുക്ക് കേരളത്തിലുണ്ട്. കേരളം ലോകത്തിന് തന്നെ മാതൃകയാണ്. നിലവിൽ കേരളത്തിൽ 26 ക്ഷേമനിധി ബോർഡുകൾ പ്രവർത്തിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുകയാണ്. അതുപോലെ തന്നെ കേരള ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് എൻ്റെ തൊഴിലാളികളുടെ നിയമം 1978 പാസ്സാക്കിയത്. ഇപ്പം നിലവിലുള്ള നിയമങ്ങൾ, കരാറുകൾ, ഉടമ്പടികൾ അല്ലെങ്കിൽ സേവന വ്യവസ്ഥകൾ പ്രകാരം തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുവാൻ കഴിയുമെന്ന് തൊഴിൽ കോഡുകൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. തൊഴിലാളി വിരുദ്ധ നിലപാടോടുകൂടിയ ഈ ഇത് ലേബർ കോഡ് ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി എടുക്കുകയാണ്. മറ്റൊരു കാര്യം, യഥാർത്ഥത്തിൽ UDF ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ജീവനക്കാരെ പിരിച്ചുവിടുക. വേറെ ഒരു ജോലിയും ഈ കഴിഞ്ഞ 2 മാസക്കാലമായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ നടക്കുന്നില്ല. 609 ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ചാണ് 609 വരെ പിരിച്ചുവിട്ടത്. 650 കുടുംബങ്ങൾ പട്ടിണിയിലായി. അവർക്ക് അതിൻ്റെ പേരിൽ ഒരു വിഷമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. പിരിച്ചുവിടപ്പെട്ടവരെങ്ങനെയുള്ളവർ? ഭിന്നശേഷിക്കാർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ, മത്സ്യത്തൊഴിലാളികൾ, 20 വർഷം വരെ സീനിയാരിറ്റി ഉള്ളവർ. മാധ്യമങ്ങൾ ഇത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഷോപ്പ് ആൻഡ് കമേഴ്ഷ്യൽ എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്. ഞാൻ മിനിസ്റ്റർ സമയത്ത് ഇതെല്ലാം എൻ്റെയും കീഴിലുണ്ടായിരുന്നതാണ്. ഒരാളെപ്പോലും പിരിച്ചുവിട്ടിട്ടില്ല. ഒരാളെപ്പോലും. അല്ലെങ്കിൽ ഒരു ഭാഗം പറയട്ടെ. ഞാൻ ഇപ്പം മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയാണല്ലോ, ഞാൻ ലേബർ മിനിസ്റ്റർ ആയിരുന്ന 5 വർഷക്കാലം ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് ആരെങ്കിലും ഒരാളെ പിരിച്ചുവിട്ടെന്ന് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് ചൂണ്ടിക്കാണിക്കട്ടെ. മുൻ മന്ത്രി പറഞ്ഞത് ശരിയായിട്ടില്ല, അങ്ങനെയല്ലെന്ന് പറയട്ടെ. കോടതി ഇതിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു
പിന്നെ കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കോടതി തൊഴിലാളികൾക്ക് അനുകൂലമായി ഇടപെടുന്നുണ്ട്. അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ്, കള്ളുകെത്ത് വ്യവസായ തൊഴിലാളി ബോർഡ്, കുടുംബശ്രീ, കെ ഡിസ്ക്. കുടുംബശ്രീയിലാണെങ്കിൽ വിവിധ ജില്ലകളിൽ നിന്ന് 164 പേര്, 17,000-ഓളം വരുന്ന നാഷണൽ ഹെൽത്ത് മിഷൻ. അവരുടെ കാലാവധി ആഗസ്റ്റ് 30 തീരെയാണ്. ദയവ് ചെയ്ത് സംസ്ഥാന ഗവൺമെൻറ്റിനോട് പറയാറുള്ളത്, ഈ 17,000 പേരെ നിങ്ങൾ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ പിന്നെ NHM അത് നിൽക്കും അതിൻ്റെ പ്രവർത്തനം. കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ താങ്ങി നിർത്തിയ ഒരു പ്രസ്ഥാനമാണ് NHM എന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസ് സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോരുത്തരെയും പിന്നെ പേരെടുത്തും അവർ താമസിക്കുന്ന അഡ്രസ്സ് എടുത്തിട്ട് നാട്ടിൽ ചെന്ന് അന്വേഷിക്കും. ഇവരെങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് എന്നെല്ലാം അന്വേഷിച്ച ശേഷം അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു, പിരിച്ചുവിടുന്നു, വിഡ്രോ ചെയ്യുന്നു. ഇതാണ്. ഇങ്ങനെ കേരളം ഇതുവരെ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി നടത്തിയ സ്ഥലംമാറ്റ ഭീഷണി ഇന്നലെ അവരുടെ സംഘടനാ പ്രവർത്തകരുടെ യോഗത്തിൽ സംസാരിച്ചത് സത്യപ്രതിജ്ഞ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതായത് പ്രതിപക്ഷ സർവീസ് സംഘടനകൾക്കെതിരെയാണ് മുഖ്യമന്ത്രി നടത്തിയത്. അവരുടെ പറയാണ്, നിങ്ങൾക്കൊക്കെ സ്ഥലം മാറ്റം ഉണ്ടാകും, റെഡിയായിരുന്നോളൂ എന്ന പ്രസ്താവന ഭരണഘടനാ വിരുദ്ധവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സിലതുണ്ടെങ്കിലും ഉണ്ടെന്നിരിക്കട്ടെ, ഇങ്ങനെ അവരുടെ സംഘടനയുടെ ജീവനക്കാരെ വിളിച്ച് പറയാമോ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ? എന്താ നമ്മൾ പിന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1) അതിലെ ആശയപ്രകടന സ്വാതന്ത്ര്യത്തിനും സമാധാനപരമായി ഒത്തുചേരുവാനും സംഘടനകൾ രൂപീകരിക്കുവാനുള്ള മൗലികാവകാശങ്ങൾ എതിരാണ് ഈ മുഖ്യമന്ത്രിയുടെ ഭീഷണി എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂൾ പ്രകാരമാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി അധികാരം ഏൽക്കുമ്പോൾ എടുക്കുന്ന സത്യപ്രതിജ്ഞയുണ്ട്. മന്ത്രിമാരും അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഭയമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ ഭരണഘടനയും നിയമവും അനുസരിച്ച് എല്ലാത്തരം ആളുകൾക്കും നീതി നടപ്പാക്കുമെന്നുള്ളതാണ്. അത് പ്രതിപക്ഷത്തുള്ളവർക്ക് നീതിയില്ല, ഭരണപക്ഷത്തുള്ളവർക്ക് മാത്രം നീതി ഉണ്ടെന്നുള്ള രീതി അല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ത് പറ്റിയെന്നുള്ളതാണ് ആളുകൾ നോക്കുന്നത്. എന്ത് പറ്റി എന്നുള്ളത് ആൾക്കാരിൽ അതിന് ഇത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നു. ഭരണപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ജീവനക്കാരെ ശിക്ഷിക്കാനോ ഭയപ്പെടുത്തുവാനോ ഉള്ള ഒരു ആയുധമാക്കി സ്ഥലമാറ്റത്തെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതിയിലെ പല നിർണായക വിധിയിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അർഹതയില്ലാത്തതും പ്രതികാര ബുദ്ധിയോട് കൂടിയുള്ളതുമായ സ്ഥലമാറ്റങ്ങൾ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന സമത്വത്തിന് ഉള്ള അവകാശത്തിൻ്റെ ലംഘനമാണ്. അത് കോടതികൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒരു കാര്യമുണ്ട്, ഇത് ജനാധിപത്യ സംവിധാനം ശക്തമായി നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. ഇവിടെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് EMS മുതൽ ഇങ്ങോട്ട് എത്രയോ മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രതികാര ഭീഷണികൾക്ക് മുന്നിലൊന്നും ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്ത അവകാശങ്ങളെയൊന്നും നിഷേധിക്കുന്നതിന് വേണ്ടി ഇത് കഴിയില്ല. നിങ്ങൾക്ക് തമിഴ്നാട്ടിലും കർണാടകത്തിലും സ്ഥലം മാറ്റാൻ പറ്റില്ലല്ലോ, ബാക്കി എവിടെയാണ് ഞങ്ങൾ പോയിക്കൊള്ളാം. പക്ഷേ ഇതുപോലെ തമിഴ്നാട്ടിലും കർണാടകത്തിലും പോവേണ്ടി വരുമെന്നുള്ള ഒരു നല്ല ഓർമ്മ വേണം. ഇപ്പോൾ ലിസ്റ്റ് എടുക്കുന്നവർ മനസ്സിലാക്കണം, കഴിഞ്ഞ LDF കാലഘട്ടത്തിൽ ആരും ഏതെങ്കിലും ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കും. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഈ UDF ഭരണം വന്നതിന് ശേഷം
UDF ഭരണം ഏൽപ്പിച്ചതോടുകൂടി കുരങ്ങൻ്റെ കയ്യിൽ പിച്ചിപ്പൂ ഏൽപ്പിച്ചതിലായി. LDF UDF പ്രതിപക്ഷത്തായിരുന്നപ്പോൾ എല്ലാ ദിവസവും പിന്നെ ഈ VD സതീശൻ്റെ ജോലി എന്താണ്? ഞങ്ങളെല്ലാം ആക്ഷേപിക്കുക. അതിന് ബുദ്ധിജീവി ചമഞ്ഞ് ഞങ്ങളെല്ലാം ആക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു. അതിന് നാട്ടുകാരെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഒരു പടവും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഒരു പുസ്തകം ഞാൻ എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അങ്ങനെ വായിക്കുമെങ്കിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ച് വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങളെയൊക്കെ അദ്ദേഹം ഈ മന്ത്രിമാർ എവിടെ നിന്ന് കിട്ടി ഈ പിണറായി വിജയന് എന്നൊക്കെയാണ് അസംബ്ലി ചോദിച്ചത്. ഇന്നിപ്പം ഞങ്ങൾ ചോദിക്കുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നു, എവിടെ നിന്ന് കിട്ടി ഈ മന്ത്രിമാരെ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു വകുപ്പ് നേരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്? ഇപ്പോൾ ഓണത്തിന് പരീക്ഷ പഠിപ്പിച്ച് തീർന്നിട്ടില്ല, അങ്ങനെ പരീക്ഷ മാറ്റിവെക്കുകയാണ്. ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ LDF ഭരണകാലഘട്ടത്തിൽ എല്ലാ ദിവസവും മുരളീധരൻ്റെ പ്രസ്താവനയാണ്. ഇന്ന് മുരളീധരൻ ജനങ്ങൾക്ക് നല്ല മനസ്സിലായി. ഒന്നിനും കൊള്ളാത്ത ഒരു മന്ത്രിയാണ് മുരളീധരൻ എന്നുള്ള വിവരം ആൾക്കാർക്ക് മനസ്സിലായി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളോട് ചിറ്റമ്മ നയമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഴിഞ്ഞത്ത് പുല്ലുവിളയിൽ കാണാതായ ഒരു മത്സ്യത്തൊഴിലാളി വീട്ടിൽ ഞാൻ പോയതാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ വണ്ടിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുന്ന സമയമുണ്ട്. നമ്മുടെ കണ്ണൂർ വെച്ച് വെള്ളത്തിൽ വീണ് മരിച്ച സഹോദരൻ്റെ വീട്ടിൽ പോയിട്ട് വന്നായിരുന്നു. നല്ല കാര്യം തന്നെയാണ് വന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളിയുടെ ആ വീട്ടിൽ പോയില്ല. പോകാത്തെന്നത് പത്രക്കാർ ചോദിച്ചപ്പോൾ പറയുന്നത്, അവരെ വിശ്വസിച്ച് എങ്ങനെ പോകും? കഴിഞ്ഞ മുഖ്യമന്ത്രി പോയപ്പോൾ ഉള്ള അനുഭവം ഉണ്ടല്ലോ. കാരണം അവരെ അങ്ങേറ്റം പുച്ഛത്തോടു കൂടിയാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ മുഖ്യമന്ത്രി കാണുന്നത്, പരിഗണിക്കുന്നു എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ മഴക്കെടുതി സമയത്ത് കടലിൽ മീൻ പിടിക്കാൻ പോയി കാണാതായവരും മരിച്ചവരുമായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും കഴിഞ്ഞ LDF ഗവൺമെൻറ് കൊടുത്ത ഓക്കി പാക്കേജ് ഉണ്ട്. ഓക്കി ദുരന്ത പാക്കേജ് 20 ലക്ഷം രൂപയും വീടും വെച്ച് കൊടുക്കുന്ന പാക്കേജാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. യഥാർത്ഥത്തിൽ കേൾവിയില്ലാത്തൊരു കാര്യമാണ് ഈ രാജേഷിൻ്റെ കാര്യത്തിൽ. 36 വയസ്സ് പ്രായമുണ്ട്, നീന്തൽ വിദഗ്ധനാണ്, സാഹസിക യാത്ര നടത്തുന്നവനാണ്. ഞാൻ ആ വീട്ടിൽ പോയതാണ്. സ്വന്തമായി വീടില്ല. പിന്നെ അയാൾ എവിടെ ആൾക്കാരെ സഹായിക്കണോ പോകുന്നൊരു വിഷയമാണ്. അവസാനം സ്വന്തം ജാക്കറ്റ് ഊരി ബെന്നി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് കൊടുത്ത് അങ്ങനെയാണല്ലോ ഇയാൾ ഒഴുക്കിൽപ്പെടുന്നത്. അവിടുത്തെ ആ ബോഡി ശാസ്ത്രീയമായി എംബാമൊക്കെ ചെയ്ത് പിന്നെ മൊബൈൽ മോർച്ചറിയിൽ തരണമെന്ന് ഇവിടുത്തെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ആവശ്യപ്പെട്ടതാണ്. അടുത്ത തഹസീൽദാരും കളക്ടറും അതേപോലെ തന്നെ ആൾക്കാരെല്ലാം പ്ലാസ്റ്റിക് ബാഗിൽ വെച്ചാണ് പൊതിഞ്ഞ ബോഡി. 3 സ്ഥലത്ത് ബോഡി മാറ്റി കയറ്റേണ്ടി വന്നു. ഇതൊരു അന്വേഷണത്തിന് മാത്രം നിൽക്കാൻ പറ്റുമോ? ആരോഗ്യവകുപ്പ് മന്ത്രി മുരളിക്ക് എന്ത് പറയാനുണ്ട്? അദ്ദേഹം പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ, തോറ്റവരെല്ലാം വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ മതിയെന്ന്.
7 പ്രാവശ്യം തോറ്റവനാണ്. മന്ത്രിയായി മത്സരിച്ചപ്പോൾ തോറ്റ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ്. അവരെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ആരാധിക്കണം, അത് വേറെ വിഷയം. അതുപോലെ തന്നെ ഈ കാസർഗോഡ് അവിടെ സ്കൂൾ ക്വിസ് മത്സരം നടന്നു. VD സവർക്കറെ പുകഴ്ത്താനുള്ള ചോദ്യങ്ങളാണ് ഈ ക്വിസ് മത്സരത്തിൽ ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനും ചരിത്രത്തെ വികലമാക്കുവാനുള്ള പരിശ്രമമാണ് ഇന്നിപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും UDF കൊടുക്കുകയാണ്. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അന്നു മുതൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ RSS BJPക്കാരെ നിയമിക്കുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇവിടെ കാസർഗോഡ് ജില്ലയിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഫ്രീഡം ക്വിസ് 2026 LP വിഭാഗം ചോദ്യപേപ്പറിലാണ് VD സവർക്കറെ പുകഴ്ത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതുവഴി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കൊച്ചുകുട്ടികളുടെ ഇടയിൽ തെറ്റായി പഠിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകിയ ചരിത്രമുള്ള സവർക്കറെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിശേഷിപ്പിച്ച് ഉത്തരമായി നൽകിയത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ? അതായത് ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകിയ ചരിത്രമുള്ള സവർക്കറെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിശേഷിപ്പിച്ച് ഉത്തരമായി നൽകിയാണ് ഈ ചരിത്രം സൃഷ്ടിക്കുന്നത്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഇവരെ NCERTക്കാർ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ദേവൻ്റെ അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, ഗുജറാത്ത് കലാപം, പിന്നെ മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലമൊക്കെ എടുത്തു മാറ്റിയല്ലോ. അതിന് ബദൽ പുസ്തകം നമ്മളിവിടെ കേരളത്തിൽ ഇറക്കിയല്ലോ. ഇന്ത്യയിൽ അങ്ങനെ ബദൽ പുസ്തകം ഇറക്കിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ഇത് എടുത്തു മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്ത് ഈ സവർക്കറെ പോലുള്ള ആൾക്കാരെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്ന് BJP ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു അന്വേഷണം കൊണ്ട് മാത്രം അവസാനിപ്പിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിയായിട്ട് ഇരിക്കുന്ന വ്യക്തി BJPയെ സഹായിക്കുന്നു എന്ന് മാത്രമല്ല നിയമവിരുദ്ധമായ നടപടിയും കൂടി സ്വീകരിക്കുകയാണ്. ഇനി കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരായിട്ട് ഞങ്ങൾ സമരം ആരംഭിക്കേണ്ടി വരുമെന്നുള്ള കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു കാപ്പ കേസിൽ പ്രതിക്ക് വേണ്ടി കൊലക്കേസടക്കമുള്ള നിരവധി കേസുകളിലെ പ്രതിക്ക് വേണ്ടി ഒരു നഗരഭരണം സ്തംഭിച്ചിരിക്കുകയാണ്. നഗരത്തിൽ കുടിവെള്ളം കിട്ടുന്നില്ല, ചപ്പുചവറുകൾ മാറ്റുന്നില്ല, ഈ ലൈറ്റ് കത്തുന്നില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അല്ല, സ്തംഭനാവസ്ഥ ആണ്. മേയറാണെങ്കിൽ അമേരിക്ക പോയിരിക്കും. ഈ VD സതീശൻ വെള്ളപ്പൊക്കം നടന്ന ആൾക്കാർ അവിടെ പരിഭ്രാന്തരായി നടക്കുന്ന അവസരത്തിൽ പിന്നെ ചിക്കനും മട്ടനും ബീഫും പിന്നെ കാളയും പോത്തും എല്ലാം കൂടെ അടിച്ച് കയറ്റിക്കൊണ്ട് ഇരിക്കുന്ന രംഗമൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടല്ലോ. അതേപോലെ അതൊരു ഒരു സംഭവമാണ്. അതേപോലെ ഒരു സംഭവമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ അമേരിക്ക പോയിരിക്കുന്നത്, ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം. അപ്പോൾ യഥാർത്ഥത്തിൽ 18/7/2026 20/7/2026 രണ്ട് ഉത്തരവുകൾ ഇറക്കി ആഭ്യന്തര വകുപ്പും ലോക്കൽ ബോഡീസ്. അത് രണ്ടും പിൻവലിച്ചെന്ന് മാത്രം കാര്യമില്ലല്ലോ. കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ഇനി നോട്ടീസ് കൊടുക്കേണ്ടത്. കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് കൊടുത്തിട്ടില്ല. കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് കൊടുക്കാത്തത് BJP RSSും
UDF തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒത്തുതീർപ്പാണ്. അതിൽ ലീഗിന് എന്ത് കാര്യമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ലീഗിൻ്റെ കീഴിലാണല്ലോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, കാരണം 12/5 കൂടിയ യോഗത്തിൽ വന്നിട്ടില്ല, 29 കൂടി യോഗത്തിൽ വന്നിട്ടില്ല, 6-ാം മാസം 31/7 കൂടി യോഗത്തിൽ വന്നിട്ടില്ല. അങ്ങനെ ഒന്നുകിൽ 90 ദിവസം, അതല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മൂന്ന് കൗൺസിൽ യോഗം ഇതിൽ ഹാജരായില്ലെങ്കിൽ അടുത്ത ആക്ട് പറയുന്ന കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് കൊടുത്ത ശേഷം ഒരു പ്രൊസീഡിങ്സ് ഇറക്കി ആ പ്രൊസീഡിങ്സ് ഇലക്ഷൻ കമ്മീഷനെ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി കോർപ്പറേഷൻ സെക്രട്ടറി ഈ ഫയൽ തിരിമറി കാണിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് ഈ ആൾക്കാരെ മുഴുവൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ജനാധിപത്യ സംവിധാനത്തെ ആകെ തന്നെ കളിയാക്കുന്ന രൂപത്തിലുള്ള നിലപാട് സ്വീകരിച്ചാൽ കർശന നിലപാട് സ്വീകരിക്കുവാൻ ഇടതുപക്ഷം നിർബന്ധിക്കപ്പെടുമെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അയാളെ നിയമാനുസരണം അയോഗ്യനാണെന്ന് പ്രഖ്യാപിക്കുന്ന നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾക്ക് ഈ പാർലമെൻറ്റ് പാസ്സാക്കിയതിനെ തുടർന്ന് രാജ്യത്താകെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അതിന് വ്യത്യസ്ത അഭിപ്രായം പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്, അത് നിഷ്പക്ഷമതിയായിട്ടുള്ള ആൾക്കാർക്കും ഉണ്ട്. പിന്നെ അതിൽ വന്ദേഭാരതം പാട്ട് മുഴുവൻ പാടില്ല, വേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിലുള്ള ചർച്ച നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു തീരുമാനം ആകാതിരുന്ന അവസരത്തിലാണ് ഇന്നിപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ചീഫ് സെക്രട്ടറി ഉത്തരവ് ഇറക്കി ചുമ്മാ ഇറക്കില്ലല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇറക്കാൻ വേണ്ടി. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം കോൺഗ്രസ്സുകാർക്ക് നൽകുന്ന സഹായത്തെക്കാൾ കൂടുതൽ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് RSSനും BJPക്കും. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ് ചീഫ് സെക്രട്ടറി ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. മാന്യമായി ചീഫ് സെക്രട്ടറി ഈ കേരളത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് അതങ്ങ് പിൻവലിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് തന്നെ.